പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രേഷനിൽ കർവ് സ്കെച്ചിങ്ങിന്റെ മൂന്നാമത്തെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് പ്രത്യേകത ഉണ്ട്. നമുക്കുള്ള ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളി. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ xy dx dy where r is a region x square plus y square less than or equal to a square, comma x less than or equal to 0, x greater than or equal to 0, y greater than or equal to 0. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന ഇന്റഗ്രേഷൻ ഇതാണ്: xy dx dy ഡബിൾ ഇന്റഗ്രൽ ആണ്, റീജിയൺ R ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകത നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തന്നിട്ടില്ല. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തന്നിട്ടില്ല. പക്ഷെ പകരം ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ടുണ്ട്: എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ. അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഗ്രാഫ് വരക്കുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്തവിടെ നോക്കട്ടെ. നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എ റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ ആയിരിക്കും. ഇവിടെയുള്ള വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കും അതിന്റെ റേഡിയസ്. ആ റേഡിയസിന്റെ സ്ക്വയർ ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് 5 ആയിരിക്കും. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് 6 ആയിരിക്കും. ഇവിടെ എ സ്ക്വയർ ആയതുകൊണ്ട് ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എ ആണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് ആക്സിസും വൈ ആക്സിസും അതേപോലെ അതിലൊരു സർക്കിളും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സർക്കിള്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ഇതിന്റെ റേഡിയസ് എ ആണെന്നുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ എ എന്ന് മാർക്ക് ചെയ്യാണ്. ഇത് എ ആണ്, അതേപോലെ തന്നെ ഇതും എന്ത് തന്നെയാണ്? എ ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാണ്. നമ്മളിപ്പോ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇതിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്, ലോവർ ലിമിറ്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ എ കൺസിഡർ ചെയ്തു. ഈ ഒരു കർവിന്റെ ഇക്വേഷൻ ആണുള്ളത്. ആ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എ എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയസ് ആണെന്നുള്ളത്. എനേക്കാട്ടിലും കുറവാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള റീജിയൻ എപ്പോഴും ഈ ഒരു സർക്കിളിന്റെ ബോർഡറിന്റെ ഉള്ളിലാണ് വരിക. അതായത് സർക്കിളിന്റെ ഉള്ളിലാണ് വരിക. സർക്കിളിന്മേൽ ആ ഒരു ബോർഡറും കൂടി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ഓക്കെ, അത് രണ്ടും വരും. കാരണം ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഉള്ളത്തെ പരിഗണിക്കാം, പ്ലസ് ആ കർവും കൂടി പരിഗണിക്കാം. ഓർന്ന് വരുന്നത് ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണല്ലോ. അപ്പൊ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഇതിനോട് കുറവാം. അതായത് സർക്കിളിന്റെ പുറത്തേക്ക് നമ്മളെ റീജിയൻ വരുന്നില്ല. ഓക്കെ, വേറെ കാര്യം കൂടി തന്നിട്ടുണ്ട്: എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സും വൈയും 0-ക്കാട്ടിലും കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്താവാം? 0.1 ആവാം, 0.11 ആവാം, 0.111, അല്ലെങ്കിൽ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പോസിറ്റീവ്. അതായത് എക്സും വൈയും തന്നെയാണ്, പോസിറ്റീവ് ആണ്. എക്സും വൈയും പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്ത് വരണം? ഈ ഭാഗത്ത് വരണം അല്ലെ. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരണം. അവിടെയാണല്ലോ എക്സും വൈയും പോസിറ്റീവ് ആയിട്ട് വരുന്നത്. സാധാരണ നമ്മള് നമ്പർ ഇടുമ്പോൾ അങ്ങനെയല്ല, പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകളാണ് അവിടെ ഇടല്. അപ്പൊ അവിടെ എന്തായാലും വാല്യൂസ് പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ. സമ സെറ്റ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ ആണ്. ആ റീജിയനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. സ്ട്രിപ്പ് അല്ലെങ്കിൽ ലൈന് കൺസിഡർ ചെയ്തു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൽ വൈ ആക്സിസ് നോക്കിയാണെങ്കിൽ
ഇതിന്റെ ഒറിജിൻ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 0,0 എന്ന് മാർക്ക് ചെയ്തു. അതായത് y വാല്യൂ 0 ആണ്, x വാല്യൂ 0 ആണ്. അപ്പൊ 0 മുതലാണ് തുടങ്ങുന്നത്. കാരണം അതിന്റെ അടിക്കുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താണ്, x > 0, y > 0. അതുകൊണ്ട് പോസിറ്റീവ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ 0 മുതലാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്, ആ ഒരു y ആക്സിസ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ലോവർ ലിമിറ്റ് ആയിട്ട് എന്ത് കൊടുക്കണം, അതായത് നമ്മളെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ x y dx dy ആണല്ലോ. അപ്പൊ അതിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് 0 ആണ്. ഓക്കെ, ഇനി നേരെ മുകൾക്ക് പോവാണ്. എവിടെ വരെയാണ് y ആക്സിസിന്റെ നമ്മൾ റീജിയൻ കിടക്കുന്നത്, a വരെയാണല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും, x ആക്സിസ് 0 ആണ്. അപ്പൊ 0, a എന്ന് വരും. അതായത് a വരെയാണ് y ആക്സിസ് ഉള്ളത്, നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ കർവ്വമ്മലാണ് നമ്മൾ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ അടിയുള്ള വോളിയാണ് കണ്ടുപിടിക്കുക. ഒക്കെ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അടകടകളുടെ കൺസെപ്റ്റ് തിയറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം 0 മുതൽ a വരെയാണ് y ആക്സിസ് ഉള്ളത്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് a ആണ്. അപ്പോൾ 0 to a, അതായത് y ആക്സിസിന്റെ എന്ത് കിട്ടി, അപ്പർ ലിമിറ്റ് എന്താണ്, ലോവർ ലിമിറ്റ് എന്താന്ന് കിട്ടി. പക്ഷെ x ആക്സിസിന്റെ കിട്ടിയിട്ടില്ല. x ആക്സിസിന്റെ കിട്ടാനുള്ള കാര്യമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഞാൻ ഇവിടെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇനി നമുക്കറിയാം x ആക്സിസും 0 എന്നാണ് തുടങ്ങുന്നത്. x ആക്സിസും എന്തുമെന്നാണ് തുടങ്ങുന്നത്, 0 എന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഉള്ളിലുള്ളത് കാര്യം എന്തായിരിക്കണം, വേരി ചെയ്യുന്നൊരു ഇന്റഗ്രൽ ആയിരിക്കണം. ഞാൻ പറഞ്ഞു പുറത്തുള്ളതൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതൊരു ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുമ്പോൾ പുറത്തുള്ളത് കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് എടുക്കുക. 0 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. എന്ത് കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്ന കാര്യമാണ്, ലിമിറ്റുകൾ കേട്ടോ. അപ്പൊ 0 a കോൺസ്റ്റന്റ് ആണ്. ഉള്ളിലുള്ളത് വേരി ചെയ്യുന്ന ആളായിരിക്കും. വേരി ചെയ്യുമ്പോൾ അതായത് ഞാൻ ഈ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തല്ലോ, ഈ സ്ട്രിപ്പിന്റെ പ്രത്യേകത ഇത് മുകൾക്കും അടിക്കൊക്കെ നീക്കുക. മുകൾക്ക് അടിക്ക് നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ കർവിന്റെ ഉള്ളിൽ മാത്രമേ സ്ട്രിപ്പ് വരാൻ പാടുള്ളൂ, പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ച് മുകൾക്ക് പോകുമ്പോൾ സ്ട്രിപ്പിന്റെ നീളം കുറയും, അടിക്ക് വരുമ്പോൾ സ്ട്രിപ്പിന്റെ നീളം കൂടും. അതായത് അങ്ങനെ വേരി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ സ്ട്രിപ്പിന്റെ ഫസ്റ്റ് തന്നെ എന്തായാലും ഫസ്റ്റത്തെ ആ ഒരു എൻഡ് ഒരിക്കലും മാറും, എപ്പോഴും 0 വരെ നീക്കാരം. ഓക്കെ, അതുകൊണ്ട് 0 എന്ന് തന്നെ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അതിന്റെ മറ്റേ അറ്റത്തുള്ള എക്സിന്റെ കോർഡിനേറ്റ് എന്താ, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താന്ന് എനിക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ ഒരു കർവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² + y² = a² ആണെന്നുള്ളത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്, x ആണ് കണ്ടുപിടിക്കേണ്ടത്, x വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വേഷനിൽ x ഇല്ലേ, x² + y² = a² ആണല്ലോ. അതുകൊണ്ട് x കണ്ടുപിടിക്കാം. x കണ്ടുപിടിക്കുമ്പോൾ എന്താ വരാൻ നോക്കി നോക്കി, x² = a²ന്റെ അപ്പുറത്തേക്ക് y² കൊണ്ട് കഴിഞ്ഞാൽ -y² ആയിട്ട് മാറും. x² x കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ a² - y² എന്ന് വരും. ഓക്കെ, അതാണ് x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മറ്റേ അറ്റം കൂടി കിട്ടി. അപ്പൊ √a² - y². അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ മറ്റേ അറ്റം കൂടി കിട്ടി. ഈ മറ്റേ അറ്റാണ് എന്ത്, അതിന്റെ അപ്പർ ലിമിറ്റ്. ഇത് ലോവർ ലിമിറ്റ് ഞാൻ ആദ്യം പറഞ്ഞു 0 ആണെന്നുള്ളത്. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് എടുക്കാം. 0 മുതൽ √a² - y² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രലിൽ കൊടുക്കാൻ പറ്റും. കാര്യങ്ങളൊക്കെ കത്തിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഉള്ളത്. ഓക്കെ, എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉള്ളിലുള്ള ആളുകളെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 0 to a. എന്താണ്, x y dx ആണ്. y കോൺസ്റ്റന്റ് ആയിരിക്കും, പുറത്തേക്ക് എടുത്തു. എക്സിന്റെ ഇന്റഗ്രൽ പറഞ്ഞാൽ x² / 2 ആണ്. അത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. 0 മുതൽ √a² - y². dy എന്തുണ്ട്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. which is equal to integral from 0 to a. x നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണമല്ലോ. y/2 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഇതിനെ പുറത്തേക്ക് നിർത്താലോ. അപ്പർ ലിമിറ്റ് എക്സിന് പകരം ഫസ്റ്റ് എന്ത് കൊടുക്കണം, പിന്നെ ഇവിടെ സ്റ്റെപ്പ് ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എക്സിന് പകരം a² - y² കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും, a² - y² ആണ്. നമുക്കുള്ളത് x² ആണ്. എക്സിന് പകരം a² - y² കൊടുക്കുമ്പോൾ √a² - y² കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് a² - y² ആയിട്ട് മാറും. അപ്പൊ എന്താണ്,
എക്സിന് പകരം നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി, എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ dy ആയി, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 0 to a. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ y/2 നമുക്കൊന്ന് ഉള്ളിലോട്ട് ഗുണിക്കാം. y/2 ആദ്യം a സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ വരിക, y a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. മൈനസ് വീണ്ടും y/2 ഗുണിക്കുമ്പോൾ y സ്ക്വയർ ഇൻറ്റു y എന്ന് പറയുമ്പോൾ y ക്യൂബ് ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ അടിയിലൊരു 2 ഉണ്ടാവും ഇൻറ്റു dy. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൽ വിത്ത് റെസ്പെക്ട് ടു dy കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പൊ a സ്ക്വയർ ബൈ 2 കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ a സ്ക്വയർ ബൈ 2 ആദ്യം എഴുതി. ഇനി എന്ത് കണ്ടുപിടിക്കണം, y-ന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ y സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. മൈനസ് വീണ്ടും y വന്നു, 1/2 കോൺസ്റ്റന്റ് ആയിട്ട് ആദ്യം 1/2 പുറത്ത് നിർത്തി y ക്യൂബിനെ മാത്രം ചെയ്യുന്നുള്ളൂ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ y റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എന്ന് ആൻസർ വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇവിടെ കൊടുത്തു, അപ്ലൈ ചെയ്തിട്ടില്ല 0 മുതൽ a വരെ. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെയുള്ള y-ക്ക് പകരം ഒക്കെ a കൊടുക്കണം. പിന്നെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ്, എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. എന്താണ്, എ റൈസ് ടു 4 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 ആണ്. മൈനസ് ഇവിടെ y-ക്ക് പകരം a കൊടുക്കുമ്പോൾ ഇവിടെ y റൈസ് ടു 4 ആണ്. അപ്പൊ ഇവിടെ a റൈസ് ടു 4 വരും. ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8 വരും. ഓക്കെ, ഞാൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 8a4 മൈനസ് 4a4 ഡിവൈഡഡ് ബൈ 8 16 എത്രയാണ് 32 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 8a സ്ക്വയർ എന്ന് 4a സ്ക്വയർ പോയി കഴിഞ്ഞാൽ a റൈസ് ടു 4 പോയി കഴിഞ്ഞാൽ 4a റൈസ് ടു 4 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 32 വരും. 32 എത്ര 4 നോക്കുക, 32 മുഖത്ത് 4 കട്ട് ചെയ്ത് അടിയിൽ 8 വരും. 32 8 4 ഉള്ളത്. which is equal to a raised to 4 divided by 8 is the final answer. Okay, അപ്പോൾ ഇതാണ് നമുക്ക് വരാൻ പോകുന്ന ഉത്തരം. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്താലും വൈ ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല. കാരണം രണ്ടിനും ഒരേ ലെങ്ത് തന്നെയാണ് വരിക. എങ്ങനെ കൺസിഡർ ചെയ്താലും ലെങ്ത് മീൻസ് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു രൂപമാണ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ ഇതേമാതിരി ആകൂല. അപ്പൊ ഏത് ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു ട്രിക്ക് നോക്കിയാൽ മതി. അതായത് ഉള്ളിലുള്ളത് എക്സ് ആണോ വൈ ആണോ എന്ന് നോക്കുക. ആ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, സ്ട്രിപ്പ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് വേരി ചെയ്യുന്നത് ഏതാണോ, തിയററ്റിക്കലി പറയുകയാണെങ്കിൽ വേരി ചെയ്യുന്നത് ഏതാണോ, നമ്മൾ സ്ട്രിപ്പ് ഇങ്ങനെ വേരി ചെയ്യിപ്പിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മോൾക്ക് അടിക്ക് നീക്കരുത്. ഇപ്പൊ സ്ട്രിപ്പ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൾക്ക് അടിക്ക് നീക്കിയിട്ട് അതിനെ വേരി ചെയ്യിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ വേരി ചെയ്യുന്ന ആക്സിസ് ഏതാണോ അല്ലെങ്കിൽ ചെയ്യുന്ന ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഏതാണോ നോക്കിയിട്ട് അതിന് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ കെർവിന്റെ ഇക്വേഷൻ അവിടെ കൊടുക്കുക, അതിന് എക്സ് കണ്ടുപിടിക്കുക. ലോവർ ലിമിറ്റ് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം എത്ര കാര്യമുള്ളൂ, ഉള്ളിലുള്ളത് ആരാണ് ആ ആക്സിസിന് പാരലായിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ഒന്നേ എങ്ങനെ പറയാം, അല്ലെങ്കിൽ വാരി ചെയ്യുന്നത് ആരാണോ നോക്കിയിട്ട് ആ ഒരു ഇതിന് പാരലായിട്ട് എന്ത് കണ്ടുപിടിക്കുക, എന്ത് കൺസിഡർ ചെയ്യുക, സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ആ ഒരു കാര്യം മാത്രമാണ് ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താണ് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യായിരുന്നു, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് തന്നായിരുന്നു. പക്ഷെ ഈ ഒരു പ്രോബ്ലത്തിൽ അങ്ങനെയല്ല. ഓക്കെ, ഗ്രാഫിംഗ് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന സർക്കിൾ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുകയും ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. പ്രോബ്ലം ചെയ്ത് നോക്കണം.